നമസ്കാരം. നമുക്ക് കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെന്നാലോ? ഇത് വെറും തിരഞ്ഞെടുപ്പ് തലക്കെട്ടുകളോ നേതാക്കന്മാരെക്കുറിച്ചുള്ള ഉപരിപ്ലവമായൊരു ചർച്ചയോ അല്ല. മറിച്ച് കോതമംഗലത്തെ ജനങ്ങൾ ഓരോ തവണ വോട്ട് ചെയ്യുമ്പോഴും അവരുടെ മനസ്സിൽ എന്താണ്, അതിന്റെ ആഴത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്താനുള്ളൊരു ശ്രമമാണിത്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ വിശകലനം 6 ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യം നമ്മൾ കോതമംഗലത്തിന്റെ മണ്ണും അവിടുത്തെ മനുഷ്യരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അടുത്തറിയും. പിന്നീട് തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നൽകുന്ന സിഗ്നലുകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം ഈ ജനവിധിയുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കും. പിന്നെ വോട്ടർമാരുടെ മനസ്സിലെ ചാഞ്ചാട്ടങ്ങൾ പഠിച്ച് വിജയത്തിലേക്കുള്ള ഒരു വഴി രൂപപ്പെടുത്തും. അവസാനമായി ജനങ്ങളുടെ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാമെന്ന് സംസാരിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ് കോതമംഗലത്തിന്റെ മണ്ണറിഞ്ഞുള്ള തുടക്കം. ഒരു നാടിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം വിടുപറിയണം. പച്ചപ്പ് നിറഞ്ഞ മലയോരവും നല്ല വളക്കൂറുള്ള മണ്ണും കാടിന്റെ സാമീപ്യവുമൊക്കെയുള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള നാടാണ് കോതമംഗലം. ഇവിടുത്തെ ജനങ്ങൾ ഓരോ ദിവസവും നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി കോതമംഗലത്തെ ജനങ്ങളെ നമുക്കൊന്ന് അടുത്തറിയാം. ഇവിടുത്തെ ജനസംഖ്യയിൽ ഏകദേശം 42% ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്. തൊട്ടുപിന്നാലെ 36% ഹിന്ദുക്കളും പിന്നൊരു 22% മുസ്ലിങ്ങളുമുണ്ട്. അതോടൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 10% ജനങ്ങളും ഈ മണ്ണിന്റെ ഭാഗമാണ്. ഈ സാമൂഹിക ഘടനയാണ് കോതമംഗലത്തിന്റെ രാഷ്ട്രീയത്തെ ഇത്രയധികം സങ്കീർണവും അതേസമയം രസകരവുമാക്കുന്നത്. ഇനി ആളുകൾ അനുഭവിക്കുന്ന കുറച്ചു ബുദ്ധിമുട്ടുകളിലേക്ക് വരാം. ഒന്നാമത്തത് കുടിവെള്ളമാണ്. പലയിടത്തും ഇപ്പോഴും പൈപ്പ് തുറന്നാൽ കൃത്യമായി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. പിന്നെ ഉൾപ്രദേശങ്ങളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും അവസ്ഥ പലതും അത്ര നല്ല നിലയിലല്ല. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ മറ്റൊരു വലിയ തലവേദനയാണ്. അതിന്റെ കൂടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റവും. ഇതൊക്കെ അവരുടെ ജീവിതം ശരിക്കും ദുരിതപൂർണമാക്കുന്നുണ്ട്. നമ്മുടെ വിശകലനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. തിരഞ്ഞെടുപ്പുകൾ നൽകുന്ന സൂചനകൾ. സംഖ്യകൾക്ക് കള്ളം പറയാൻ കഴിയില്ല, അല്ലേ? ഓരോ തിരഞ്ഞെടുപ്പിലെയും കണക്കുകൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയും. അത് സത്യത്തിൽ ജനങ്ങളുടെ ശബ്ദമാണ്. ആ ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ നോക്കൂ. 2011-ലും 2016-ലും UDFനൊപ്പം നിന്ന കോതമംഗലം 2021-ൽ LDFനെയാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഇവിടെ ആർക്കും ഒരു സീറ്റ് അങ്ങ് എഴുതിയെടുക്കാൻ പറ്റില്ല. ജനങ്ങളാണ് യഥാർത്ഥ തീരുമാനമെടുക്കുന്നത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന 2 കണക്കുകളുണ്ട്. ഒന്ന്, വിജയമാർജിൻ വെറും 4.8% മാത്രം. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 2, വോട്ട് ചെയ്യാൻ വന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി, ഏകദേശം 8%. ഇത് കാണിക്കുന്നതെന്താണ്? കോതമംഗലത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ എത്രത്തോളം താൽപ്പര്യമുള്ളവരാണെന്നും ഓരോ വോട്ടും നിർണായകമാണെന്ന് അവർ വിശ്വസിക്കുന്നുവെന്നുമാണ്. നമ്മുടെ യാത്രയുടെ 3ാം ഘട്ടം ജനവിധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ മാറി മാറി വോട്ട് ചെയ്യുന്നത്? നമുക്കതിന്റെ കാരണങ്ങൾ തേടിപ്പോകാം. ഇത് വെറും സ്ഥാനാർത്ഥികളുടെ മുഖം നോക്കിയുള്ളൊരു കളിയല്ല. തങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ നോക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പ്രധാന എതിരാളികളുടെ ശക്തിയും ദൗർബല്യവും ഒന്ന് നോക്കാം. ഭരണപക്ഷ MLA എന്ന നിലയിൽ വികസനത്തിന് ഫണ്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് LDFന് ഒരു മുൻതൂക്കം നൽകുന്നു. അദ്ദേഹത്തിന്റെ നല്ല പേരും ഒരു മുതൽക്കൂട്ട് തന്നെ. അതേസമയം UDFന് ഏകദേശം 40 മുതൽ 42% വരെ എന്തുവന്നാലും കൂടെ നിൽക്കുന്നൊരു വോട്ട് ബാങ്കുണ്ട്. അത് അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ജനങ്ങളുടെ മനസ്സിലലട്ടുന്ന 5 പ്രധാന ആശങ്കകളുണ്ട്. ഒന്നാമതായി, ചില സമുദായങ്ങൾക്കിടയിലുള്ള മാറ്റങ്ങൾ. വിശ്വാസപരമായ കാര്യങ്ങൾ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമതായി, വിലക്കയറ്റം. അത് അടുക്കളയുടെ ബജറ്റ് താളം തെറ്റിക്കുന്നു. പിന്നെ ഗൾഫിൽ നിന്ന് മടങ്ങിവരുന്നവരുടെ പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യം, അതൊക്കെ ജീവന്റെ പ്രശ്നമാണ്. അവസാനമായി, വെറും സൗജന്യങ്ങളല്ല, മറിച്ച് അഭിമാനത്തോടെ ജീവിക്കാൻ ഒരു സ്ഥിരം ജോലിയാണ് ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓരോ പൗരനും അഭിമാനത്തോടെ ജീവിക്കാൻ ഒരു അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടുതന്നെ രാഷ്ട്രീയത്തിലെ പൊതുസംവാദങ്ങൾ വെറും ആരോപണ പ്രത്യാരോപണങ്ങളാകരുത്, മറിച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തമുള്ള ചർച്ചകളാകണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ജനാധിപത്യം വളരുന്നത്. നമ്മുടെ യാത്രയുടെ 4ാം ഘട്ടം വോട്ടർമാരുടെ മനസ്സിന്റെ സഞ്ചാരവഴികൾ. എന്തുകൊണ്ടാണ് വോട്ടർമാർ തങ്ങളുടെ തീരുമാനം മാറ്റുന്നത്? പഴയ തെരഞ്ഞെടുപ്പുകൾ നമ്മളോട് പല കഥകളും പറയും. അത് ശ്രദ്ധിച്ചാൽ വോട്ടർമാരുടെ മനസ്സ് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ആ കഥകളിലേക്ക് നമുക്ക് കടക്കാം. വെറും 5 മുതൽ 6% വരെ വോട്ടുകൾ, അത്രമാത്രം. അതാണ് 2021-ലെ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിച്ചത്. ഒരു ചെറിയ വിഭാഗം ആളുകൾ. എന്തുകൊണ്ടായിരിക്കാം അവർ തങ്ങളുടെ മുന്നണി മാറ്റിയത്?
എന്തൊക്കെ കാരണങ്ങളായിരിക്കാം അവരെക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുപ്പിച്ചത്? ഇതാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരു വലിയ പാഠമുണ്ട്. ജനവിധി എന്നത് ഒരു ആധാരം എഴുതി വാങ്ങുന്ന പോലെയല്ല, അതൊരു വാടക വീട് പോലെയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും അത് പ്രവർത്തനം കൊണ്ട് പുതുക്കിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകേണ്ടി വരും. പ്രവർത്തനം മോശമായാൽ അടുത്ത തവണ ജനങ്ങൾ പുതിയൊരാളെ കണ്ടെത്തും. അത്രയുള്ളൂ. നമ്മുടെ യാത്രയുടെ 5ാം ഘട്ടത്തിലേക്ക്, വിജയത്തിലേക്കുള്ള ഒരു രൂപരേഖ, പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ, അവയ്ക്ക് പരിഹാരം കാണാനുള്ള ഒരു വ്യക്തമായ പദ്ധതിയും വേണം. ഇനി നമുക്കെങ്ങനെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാമെന്ന് നോക്കാം. കാരണം പ്രശ്നങ്ങൾ പറയുകയല്ല, അതിന് പരിഹാരം കാണുന്ന നേതാവിനെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഈ വിജയതന്ത്രത്തിന് 4 മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 തൂണുകളുണ്ട് എന്ന് പറയാം. ഒന്നാമത്തത് പോരാട്ടം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ പോലുള്ള കാര്യങ്ങൾക്കെതിരെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായി പോരാടുക. രണ്ടാമത്തത് സ്ഥിരത. നിലവിലുള്ള നല്ല പദ്ധതികൾ തുടരുക, ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക. മൂന്നാമത്തത് പുതിയ ആശയങ്ങൾ. ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് തിരികെ വന്നവർക്ക് പുതിയ നൈപുണ്യങ്ങൾ നൽകി ജോലി കണ്ടെത്താൻ സഹായിക്കുക. നാലാമത്തത് സംരക്ഷണം. ജനങ്ങളുടെ ദുരിതങ്ങളിൽ ഉടൻ ഇടപെടുകയും അവർക്കൊരു സുരക്ഷാ കവചം തീർക്കുകയും ചെയ്യുക. ജനങ്ങളുടെ മനസ്സിൽ വേഗത്തിലിടം നേടാനുള്ള 3 വഴികളിതാ. 1. ആദിവാസി പട്ടികജാതി കോളനികളിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുക. 2. ഗ്രാമങ്ങളിലെ തകർന്ന റോഡുകളും പാലങ്ങളും നന്നാക്കാൻ ഒരു പ്രത്യേക പദ്ധതി തുടങ്ങുക. 3. സർക്കാർ ആശുപത്രിയിലെ കേടായ ഉപകരണങ്ങൾ പെട്ടെന്ന് നന്നാക്കി പ്രവർത്തനക്ഷമമാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്കത് നേരിട്ട് കാണാനും അനുഭവിക്കാനും കഴിയും. അപ്പോൾ വിശ്വാസം താനേ വരും. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ വലിയൊരു ശക്തിയാണ്. അതുകൊണ്ടുതന്നെ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത് എന്തിനാണെന്ന് അവരോട് വ്യക്തമായി പറയുകയും അവരുടെ സമ്മതം വാങ്ങുകയും വേണം. ഇത് നമ്മുടെ രാജ്യത്തെ നിയമം മാത്രമല്ല, ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്. ഒരാളുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കുമ്പോഴാണ് അവർ നമ്മളെ തിരിച്ച് വിശ്വസിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക്, ജനങ്ങളുടെ വിശ്വാസം നേടുക. കണക്കുകൾ മാത്രം പോരാ, ജനങ്ങളുടെ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ടാകണം. പദ്ധതികൾ കടലാസിൽ ഒതുങ്ങിയാൽ പോരാ, അത് ജനങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോതമംഗലത്തെ ജനങ്ങൾ ശരിക്കും എങ്ങനെയുള്ളൊരു നേതാവിനെയാണ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി. അവർക്ക് വേണ്ടത് തങ്ങളിലൊരുവനായ, നല്ല പേരുള്ള, ആ നാട്ടിൽ തന്നെ വേരുകളുള്ള ഒരാളെയാണ്. പുറത്തുനിന്ന് വരുന്ന ഒരാളെക്കാൾ തങ്ങളുടെ കൂടെ നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെയാണ് അവർക്ക് വേണ്ടതല്ലേ? രാഷ്ട്രീയത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള കറൻസി വിശ്വാസമാണ്. അത് സമ്പാദിക്കാൻ ഒരുപാട് കാലമെടുത്തേക്കാം, പക്ഷെ നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. കോതമംഗലം ഒരു ചെറിയ നാടായിരിക്കാം, പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷകളും നമ്മുടെ രാജ്യത്തെ പലയിടത്തും കാണാൻ കഴിയും. ജനങ്ങളുടെ വിശ്വാസം നേടുന്നതാണ് ഒരു നേതാവിന്റെ ഏറ്റവും വലിയ വിജയം. അത് നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. നിങ്ങളൊരു ജനകീയനായ നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർച്ചയിലേക്ക് നയിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഇമെയിൽ ID mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറമൊരു ലക്ഷ്യം.